ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. നമ്മൾ പൈത്തണിനകത്ത് നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്നെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ കീവേഡ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ വേർഡിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ലളിതമാണ്. മറ്റ് ലാംഗ്വേജിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്പർ ഓഫ് ലൈൻസ് വളരെയധികം വേണ്ട പ്രോഗ്രാം നമുക്ക് 2-3 ലൈൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നു നമുക്ക് ഈ പൈത്തണിനകത്ത്. നമുക്ക് ഈ പ്രോഗ്രാം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഒരു വേർഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സിനകത്തുനിന്ന് അല്ലെങ്കിൽ ഒരു സെന്റൻസിനകത്തുനിന്ന് അതിനകത്ത് വവൽസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത്ര ലളിതമായിട്ട് ചെയ്യുന്നത് നമുക്ക് നേരിട്ടൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ വേർഡ്സ് ഒന്ന് എടുക്കുക. ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് എത്ര വവൽസ് ഉണ്ട് നോക്കാം. ഒന്ന് ഇ ഉണ്ട്, aeiou ആണല്ലോ. അപ്പൊ അതിനകത്ത് ഇ ഉണ്ട്, ഓ ഉണ്ട്, വീണ്ടും ഓ ഉണ്ട്. അപ്പൊ 3 വവൽസ് ഉണ്ട്. അപ്പൊ നമ്മള് വവൽസ് എഴുതിയേക്കാം. aeiou. ഇതാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മളിതൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഫോർ ലൂപ്പ്, ഒരു കൗണ്ടർ വെക്കുക. കൗണ്ടർ 0 എന്ന് കൊടുക്കുക. ഇനി നമ്മളൊരു ഫോർ ലൂപ്പ് വെക്കുക. 4 എന്ന് പറയുന്നത് ഇവിടെ ഞാൻ CHR എന്നൊരു വേരിയബിൾ വന്നു. ഇൻ ക്യാരക്ടർ ഇൻ വേർഡ്സ് എന്ന് പറയുന്നു. അപ്പൊ ഓരോ ക്യാരക്ടറും CHRനകത്ത് വരും. അതായത് ആദ്യം H വരും CHRനകത്ത്, പിന്നെ E വരും, L വരും, O വരും, അങ്ങനെ ഓരോ ക്യാരക്ടർ ഇൻക്ലൂഡിങ് സ്പേസ് വരെ നമുക്ക് ഈ CHRനകത്ത് കിട്ടും. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് CHR ഉണ്ടോ നമ്മുടെ വവൽസിൽ. നേരെ ഇങ്ങനെ എഴുതിയത് വവൽസിൽ ഈ പറഞ്ഞ aeiouയിൽ ഇതിനകത്ത് CHRന് വരുന്ന ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൗണ്ടർ +=1 എന്ന് പറഞ്ഞാൽ +=1 എന്ന് പറഞ്ഞാൽ കൗണ്ടർ = കൗണ്ടർ +1. ഇത്ര എഴുതിയാൽ മതി. ജസ്റ്റ് നമുക്കൊന്ന് പ്രിന്റ് നമ്പർ ഓഫ് vowels in words is നമുക്ക് നമ്മളുടെ കൗണ്ടർ പറയാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കാകെ വളരെ ലളിതമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് വവൽസ് ഇൻ ഹലോ വേൾഡ് ഈസ് 3. നമുക്കറിയാം ഇ ഉണ്ട് വവൽസിൽ, ഓ ഉണ്ട്, പിന്നെ അഗൈൻ ഒരു ഓ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് വവൽസ് ഈസ് 3 ആണ്. സോ ഇപ്പൊ നമുക്ക് വളരെ ലളിതമായിട്ട് ഈ പ്രോഗ്രാം വഴി നമുക്ക് എന്ത് കാണാൻ പറ്റും? വവൽസ് എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളിൽ ഒരു സെന്റൻസിൽ എത്ര വവൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടെ ഇന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കൊടുക്കുന്ന ഒരു വേർഡ് നമുക്ക് യൂസർ ഇൻപുട്ട് വഴി ഗെറ്റ് ചെയ്യണം ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു കൂട്ടം അക്ഷരങ്ങൾ, അതിപ്പോ ഞാൻ ഇവിടെ വവൽസ് ആണ്, അത് ഒരു വേരിയബിളിൽ കൊടുക്കുക. പിന്നെ നമുക്ക് കൗണ്ടർ, ഇതാണ് കൗണ്ട് ചെയ്യുന്നത്. വവൽസ് ഫൈൻഡ് ചെയ്താൽ ഇതൊന്ന് വെച്ച് കൂടും. എന്നിട്ട് നമ്മൾ അതോടുകൂടി പ്രിന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ CHR എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോർ CHR എന്ന് പറയുന്നുണ്ട്. ഇൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓരോ അക്ഷരമായിട്ട് ഈ CHRനകത്ത് എന്ത് വരും? ഈ വേർഡ്സ് എന്ന് പറയുന്ന ആ വേരിയബിളിൽ ഓരോ അക്ഷരങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് HELLOWORLD അങ്ങനെ ഓരോ അക്ഷരമായിട്ട് വന്നുകൊണ്ടിരിക്കും ഈ വവൽസിനകത്തുനിന്ന്. അതാണ് ഇന്ന് കൊണ്ടുള്ള ഒരു യൂസേജ്. ഇവിടെ നമ്മൾ രണ്ടിടത്ത് ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്യാരക്ടർ ഇൻ വവൽസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. നോക്കിയാൽ നമ്മളിപ്പോ ഇന്ന് 2 രീതിയിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇതിനകത്തുനിന്ന് ഓരോ ക്യാരക്ടർ നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇവിടെ ആ കിട്ടിയ ക്യാരക്ടർ വവൽസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇന്നിന്റെ ഒരു യൂസേജ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.